പ്രത്യേകതയാണ്. റസൂലുള്ളാഹിന്റെ ബേക്കിൽ അണിനിർന്നതായ സഹാബാക്കളോട് ഖുർആൻ പറയുന്നു, നിങ്ങൾ പിന്തുടരണം, അവർ ജീവിച്ചതുപോലെ നിങ്ങൾ ജീവിക്കണം. നിങ്ങൾക്ക് സ്വർഗം വേണമെങ്കിൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും പിന്നിൽ നിങ്ങൾ അണിനിരക്കേണ്ടത് നിങ്ങളുടെ ബുദ്ധിയിൽ നിന്നിട്ട് പൊങ്ങി വരുന്നതായ ചിന്താഗതിയിലൂടെയല്ല, ബുദ്ധി പൂജയുടെയല്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്നതാണല്ലോ, കേരളത്തിൽ പ്രത്യേകിച്ച്. എന്ത് ബുദ്ധിക്ക് യോജിച്ച് ഹദീസ് സ്വീകരിക്കുക, അല്ലാത്ത തള്ളാം. സഹാബാക്കൾക്ക് അറിയാത്ത ഒരു തത്വമാണത്. സഹാബാക്കൾക്ക് അറിയാത്തൊരു തത്വമാണ്. എന്ത് എടോ, ബുദ്ധിക്ക് യോജിക്കുന്നത് സ്വീകരിക്കാനും അല്ലാത്തത് തള്ളാനും തീരുമാനിച്ചാൽ ദീനുണ്ടാവോ? ചെരുപ്പിനൊത്തിട്ട് കാലുണ്ടാക്കാന്ന് പറഞ്ഞാൽ പിന്നെ കാലുണ്ടാവില്ലല്ലോ. ചെരുപ്പ് ഇത് കാലിനൊത്തിട്ടാണ് എന്തുണ്ടാക്കേണ്ടത്? ചെരുപ്പുണ്ടാക്കേണ്ടത്. ഇല്ലെങ്കിലോ കാല് തീരും, മുറിച്ച് കാലവസാനിക്കും എന്നതുപോലെ മുറിച്ച് ദീൻ പോവാണ് ഇപ്പോൾ. ദീനിനെ നമുക്ക് യോജിപ്പിച്ചിട്ട് നമ്മുടെ ബുദ്ധിക്ക് മാറണം. ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്ന സ്വീകരിക്കുക, അല്ലെങ്കിൽ എന്നാൽ തള്ളാന്ന് വെച്ചു. അതുപോലെ തന്നെ മദീനത്തെ ഈത്തപ്പഴം തിന്നാൽ അതിന് മരണം മാറ്റാനും അതുപോലെ തന്നെ വിഷം മാറ്റാനുള്ള കഴിവുണ്ട് 7 ഈത്തപ്പഴം മദീന ഈത്തപ്പഴം തിന്നാൽ എന്ന് റസൂല പറയുന്ന ബുഖാരിയുടെ ഹദീസ്. ബുഖാരിയിലാണെങ്കിലും അതങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റൂല. ഞാനിപ്പോൾ ആരൊക്കെ തോന്നുന്നു, ആർക്കൊക്കെ ഇത് ഒരാൾ വിഷം തന്നെ കുടിച്ചാൽ ഇപ്പോൾ അത് മാറുമെന്നൊക്കെ ഉറപ്പുണ്ടോ എന്നൊക്കെ പറഞ്ഞ് പരിഹാസ ശൈലി ഒക്കെ നമ്മൾ കേട്ടു. താടിയെ പരിഹസിക്കുന്ന, പർദ്ദയെ പരിഹസിക്കുന്ന, അള്ളാഹുവിൻ്റെ റസൂലിലൂടെ ബുഖാരിയിലൂടെ സുന്നത്തിലൂടെ ഹദീസിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടതായ ഭാഗങ്ങളെ എന്ന് മാത്രമല്ല ഖുർആനിൽ സ്ഥിരീകരിക്കപ്പെട്ടതായ ഭാഗങ്ങളെ േക്കും പരിഹസിക്കുന്ന, ശകാരിക്കുന്നതായ വിഭാഗം അറിഞ്ഞിട്ടോ അറിയാതെയോ നമ്മുടെ ഇടയിൽ ഉണ്ടായിപ്പോയി. അള്ളാഹുവരെ ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. മഹാ അപകടം, ശ്രദ്ധിക്കണം, മഹാ അപകടം. തീ കൊള്ളിക്കൊണ്ട് തല ചൊറിയരുത്, അപകടത്തിൽപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മദീനയിൽ നിന്നിട്ട്